നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് KSU പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി M. ലിജു ഉദ്ഘാടനം ചെയ്തു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ എന്നോ അതിലെന്തെങ്കിലും കഴിവുണ്ടോ എന്ന് പരിശോധിക്കുവാനോ കുറ്റക്കാരെ കണ്ടെത്തുവാനോ ഏതെങ്കിലും തരത്തിലൊരു നടപടി സ്വീകരിക്കുവാനോ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് അതിന്റെ നിലവാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അനങ്ങാപ്പറ നയമാണ് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നത്. ഉറപ്പാണെന്ന പരസ്യവാചകം പുറത്തു വരുമ്പോൾ അവർക്ക് ഇത്തരം ചോദ്യപേപ്പറുകൾ കിട്ടിക്കൊണ്ട് ലഭിക്കുന്ന വിജയങ്ങൾ കാണുമ്പോൾ ഇതിലേക്ക് ഈ ട്യൂഷൻ സെന്ററുകളിലേക്ക് ആയിരക്കണക്കിന് കുട്ടികളാണ് എത്തിപ്പെടാൻ നിർബന്ധിതരാകുന്നത്. അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം പല സെന്ററുകളുടെയും പിന്നിൽ സംസ്ഥാന ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന കൃത്യമായ ആരോപണം വരുന്നു. തുടർന്ന് ബാരിക്കേഡ് കടക്കാൻ KSU വിദ്യാർത്ഥികൾ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ KSU സംസ്ഥാന പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. ന്യായമായി സമരം നടത്തിയ KSU സംസ്ഥാന പ്രസിഡന്റിനടക്കമുള്ള നമ്മുടെ സഹപ്രവർത്തകരെ അകാരണമായി തല്ലിച്ചെലുത്തി പോലീസ് ഇവിടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യായമായി സമരം നടത്തിയ KSU ശക്തമായ പ്രശ്നമുള്ള നമ്മുടെ സഹപ്രവർത്തകരെ മാത്രമല്ല